രോഹിണി, മല്ലി, മല്ലി, என்னம்மா நீ இப்படி பண்ணிட்ட? எல்லாத்துக்கும் சூசைடு தான் முடிவா? നിന്നെ കാണാൻ വന്ന ചെറുക്കന് നിന്നെ ഇഷ്ടമായോ? കല്യാണം ഉറപ്പിച്ചോ നിങ്ങളുടെ? முதல்ல நீ எதுக்கு சூசைட் அட்டெம்ப்ட் பண்ணின்னு சொல்லு. அது சொன்னதுக்கு அப்புறம் நான் ஏன் விசேஷம் சொல்லலாம். ഞാൻ പറയാം, നീ വാ. ആരാ അത്? മല്ലി, രോണിയച്ചയുടെ റൂംമേറ്റാ. നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. തമിഴത്തിയാ. ലക്ഷണം കണ്ടിട്ട് ഇനിയിപ്പോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ചേച്ചിക്ക് ബന്ധുക്കൾ വരുന്നാ തോന്നുന്നത്. നമ്മൾ പുറത്താവാതിരുന്നാ മതിയായിരുന്നു. വീണേ? അല്ലാതെ പിന്നെ എന്റെ കുഞ്ഞേച്ചി, ഈ ചേട്ടൻ ഇത് എന്തിന്റെ കേടായിരുന്നു? ആ രോഹിണി ചേച്ചിയെ പ്രേമിക്കാൻ. ആലോചിച്ച് നോക്ക്, നമ്മുടെ ചേട്ടൻ എന്തായിരുന്നു ഒരു കുറവ്? അത്യാവശ്യം വിദ്യാഭ്യാസം ഇല്ലേ, സൗന്ദര്യമില്ലേ, കുടുംബ മഹിമയില്ലേ, സ്വന്തമായ ഒരു കച്ചവട സ്ഥാപനം ഇല്ലേ? നേരെ ചൊവ്വ വിവാഹം നടത്തിയിരുന്നെങ്കിൽ സ്ത്രീധനം തന്നെ എത്ര കിട്ടുമായിരുന്നു? ഇതൊരുമാതിരി ഏതോ ഒരു കോളനിയിൽ കിടന്ന ഏതോ ഒരു പെണ്ണിനെ. മതിയാക്കടി. നീ ഇപ്പോഴും ഇലഞ്ഞക്കല മാധവൻകുട്ടിയുടെയും സുമംഗലയുടെയും മകള് തന്നെയല്ലേ? കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും കൊട്ടാരത്തിൽ പിറന്നു വീണ വീണത്തമ്പുരാട്ടിയൊന്നും അല്ലല്ലോ, ആണോ? കുഞ്ഞേച്ചി പരിഹസിക്കണ്ട. അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ലേ കല്യാണം, ഇഷ്ടമല്ല സ്ത്രീയെ. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അവസാനം വിസ്മയം മുൻകൈ എടുത്തിട്ടാ ഞങ്ങളുടെ കല്യാണം നടത്തിയത്. എന്റെ വീട്ടിൽ നിന്ന് ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. அதெல்லாம் எனக்கு தெரியும். காதலிச்சவரை உனக்கு கிடைச்சாச்சு. அதுக்கு முன்னாடி நீ எதுக்கு சூசைட் அட்டெம்ப்ட் பண்ணிட்ட? கொஞ்ச நாள் கூட வெயிட் பண்ண கூடாதா? கல்யாணத்துக்கு அப்புறம் அவர் ஜெயிலும் ஆயாச்சு. ஃபர்ஸ்ட் நைட் கூட நடக்கல. നീ செஞ்சதெல்லாம் തപ്പായി പോച്ചു. സത്യം അറിഞ്ഞാ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് തെറ്റാണെന്ന് നീ പറയില്ല. വിനേട്ടന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും എനിക്ക് കാത്തിരിക്കായിരുന്നു. പക്ഷെ ഞാൻ ഗർഭിണിയായിപ്പോയി. വിനേട്ടന്റെ സാഹചര്യം മനസ്സിലാക്കി കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞങ്ങളുടെ വിവാഹം നടന്ന 3 സഹോദരിമാരുടെയും ഭാവി അപകടത്തിലാവുമെന്നുള്ള ആശങ്കയിലായിരുന്നു വിനയേട്ടൻ. ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോഴാ വിനയേട്ടൻ കുഞ്ഞിനെ നശിപ്പിക്കാനും 2 വർഷം എന്നോട് കാത്തിരിക്കാനും പറഞ്ഞത്. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വിനയേട്ടന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാവുന്നത് ആത്മഹത്യ മാത്രമായിരുന്നു. ഇനി നീ എന്നെ பண்ணுவே? இந்த வீட்ல எல்லாரும் നീ പ്രഗ്നന്റ് ആണെന്ന് தெரிஞ்சா? എനിക്കറിയില്ല മല്ലി, എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. அப்படியா? நான் சொல்றது நீ கேளு. உன் புருஷன் எப்ப திரும்பி வரும்னு தெரியாது. ஃபர்ஸ்ட் நைட் போலும் நடக்காதே. நாளை நீ ஒரு குழந்தை பெத்தா இந்த குடும்பத்துல மட்டும் இல்ல, ஊரிலே விஷயம் ஆயிடும். അത് അവരുടെ തങ്കച്ചിമാർക്ക് വലിയ പേരുദോഷം ആയിടും. പിന്നെ അവരുടെ കല്യാണമേ നടക്കാതെ. അതുകൊണ്ട് നീയും കുഴന്തയും മരിക്കാൻ ശ്രമിച്ചില്ലേ? കുറഞ്ഞത് കുഴന്തയാവത് നശിപ്പിച്ച இந்த പ്രശ്നം എല്ലാം തീർന്നിടും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.